ഓക്കെ, അപ്പോൾ നമ്മളെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇതുവരെ എക്സാംസിൻ്റെ ഒരു റിവ്യൂ ആണ് ഇതിന് ഇനി പറയാൻ പോകുന്നത്. ഞാൻ കുറേ പേപ്പർ അനലൈസ് ചെയ്ത് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതൊന്നും മനസ്സിലായി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാൻ പോവാണ്. അതായത് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ പറയുക, നമ്മളെ എക്സാമിൻ്റെ പാറ്റേൺ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണുന്ന പോലത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈവിൽ ഒരു 5 ക്വസ്റ്റ്യൻസും ചെയ്ത് ഷുവർ ക്വസ്റ്റ്യൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പൊതുവെ എന്ന് പറഞ്ഞാൽ ഞാനില്ല കാലത്ത് വരെ അങ്ങനെയൊക്കെ വർക്കായിരുന്നു. പക്ഷേ ഈ ഒരു കൊല്ലം മുതൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ കൂടുതലും NCERT എന്ന് പറയുന്നത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടും പിന്നെ ഈ പറയുന്ന കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നല്ല. അത് നമ്മളെ എഫക്റ്റ് ഫസ്റ്റ് തന്നെ +2 ഫിസിക്സിൽ കണ്ടതാണ്. നമ്മളെ +2 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. +2 ഫിസിക്സിൽ എന്താ സ്ഥിതി, കൂടുതൽ ന്യൂമറിക്കൽസ് ചോദിച്ച് ഡെറിവേഷൻസ് കുറച്ച് കളഞ്ഞ് അപ്പോൾ എന്തായി എക്സാം അങ്ങനെ ടഫായി പോയി. പിന്നെ ഇല്ല അടുത്ത കണ്ണിയായിരുന്നു നമ്മളെ +2 കെമിസ്ട്രി എന്ന് പറയുന്നത്. അല്ല, +2 കെമിസ്ട്രിന് മുമ്പ് +2 മാത്സ്. +2 മാത്സിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, ഇൻ്റഗ്രൽ e⁻x × 1+x² / 1+x². ആ ക്വസ്റ്റ്യൻ NCERT മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ NCERT മിസ്സലേനിയസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് ഈ എൻജിനീയറിംഗ് ലെവൽ എക്സാംസിനെല്ലാം അങ്ങനത്തെ എൻട്രൻസ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പൊതുവെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടോപ്പ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ്. അതെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിയിട്ടും തീരാത്തൊരു ഡെറിവേഷൻ ആയിപ്പോയിന്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതുപോലെ എന്താ പറയുക 4-5 ക്വസ്റ്റ്യൻ NCERT ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടെക്സ്റ്റ് ബുക്കൊന്നും മര്യാദയ്ക്ക് പഠിച്ചു പോകാത്ത ആൾക്ക് അത് എന്ന് പറയേണ്ടത് ഗോവിന്ദ ആയിപ്പോയിട്ടുണ്ടാവും. നമ്മളെ +2 കെമിസ്ട്രിയിൽ എന്താ സംഭവിച്ചത്, കൂടുതൽ എന്താ പറയുക നമ്മളെ NCERT തന്നെ നമ്മളെ ഫിഗറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റിവേഴ്സ് ഓസ്മോസിൻ്റെ ഒരു ഫിഗർ തന്നെ വന്നിട്ട് അതിൻ്റെ ചോദിച്ചു. പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അത് എല്ലാവരും വിചാരിച്ചാൽ അത് ഔട്ട് ഓഫ് സിലബസ്, പക്ഷേ അത് ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. +1 മാത്സിലെല്ലാം എന്താ സംഭവിച്ചത്, ഈ പറയുന്ന ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 3D ജോമെട്രി എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ട്രിഗ്നോമെട്രി എന്നല്ലോ ഒരു മിസ്സലേനിയസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ തോന്നുന്നുണ്ട്, മിസ്സലേനിയസ് എക്സാമ്പിളൊക്കെ. കെമിസ്ട്രിയിൽ നമ്മൾ +1 കെമിസ്ട്രി കാര്യം ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടത് ഷോക്ക് അടിച്ചതെന്ന് പറയാം. ഞാൻ വിചാരിച്ച +2 ഈ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ആദ്യമായിട്ട് ചോദിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നില്ല. പക്ഷേ +1 കുട്ടികളാണ് കൂടുതൽ. അതായത് അസർഷൻ റീസൺ, നമ്മളെ JEE നീറ്റ് പോലത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ എക്സാംസിനെല്ലാം ചോദിച്ചു വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് എന്നെല്ലാം പറയാം. അത് എവിടെ ചോദിച്ച് +1 കെമിസ്ട്രിയിൽ ചോദിച്ച്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താ, നമ്മളെ എക്സാമിൻ്റെ പാറ്റേൺ മാറിയത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരും. ഇത് എന്തുകൊണ്ടാണ്, ഇത് എവിടുന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്, കണക്ട് ദ ഡോട്ട്സ് എന്ന് ഞാൻ പറയാം. നമ്മളെ ചെറുപ്പത്തിൽ ബാലരമയിലെല്ലാം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുയലുണ്ടെങ്കിൽ മുയലിന് ഓരോ ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടുകൾ കൃത്യമായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു റാബിറ്റിനെ കിട്ടും. ഇപ്പോൾ കണക്ട് ദ ഡോട്ട്സിൽ ആദ്യ ഒരു ഇവൻ്റാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന നമ്മളെ കീം എക്സാം. ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ നടത്തുന്ന എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അങ്ങനത്തെ കേരളത്തിലെ കോളേജസിലേക്കുള്ള ബെസ്റ്റ് കോളേജസിലേക്കുള്ള എക്സാം കൂടിയത്. അപ്പോൾ ഇവിടെ എന്താ പറ്റിപ്പോകുന്നത്, ഈ ഇങ്ങനത്തെ അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു എക്സാം ആയിട്ട് പോലും, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നതായിട്ട് അത് സ്റ്റേറ്റിലെ കുട്ടികളെല്ലോ വളരെ പിറകോട്ടാണ്. CBSE-കാരാണ് ഇതിലെല്ലാം മുന്നിൽ നിൽക്കുന്നത്. അതേപോലെ JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഈവൻ CUET ആയിക്കോട്ടെ. CUET താരതമ്യേന കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ അതിൽ പോലും നമ്മളെ ഈ പറയുന്ന ആരെത്തിച്ചേരുന്നില്ല, നമ്മളെ കേരളത്തിലെ കുട്ടികളൊന്നും എത്തിച്ചേരുന്നില്ല. ലൈക്കിനോ എക്സാമിൻ്റെ ആ ഒരു ലെവല് ക്വസ്റ്റ്യൻസ് ചിലപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും CUET അല്ല, NCERT ലെവലായിരിക്കും. പക്ഷേ NCERT ലെവല് പോലും പ്രാക്ടീസ് ചെയ്യാണ്ട് എന്താണ് വെറും ഒരു ഫുൾ A+ഉം ഫുൾ മാർക്കും മറ്റേ വീട്ടുകാരുടെ വകയിൽ ലീഡും നാട്ടുകാരുടെ വകയിൽ അവാർഡും വാങ്ങിയിട്ട് അവസാനം എന്തായി, നമ്മളെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ കുറഞ്ഞിട്ടത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്സാംസ് ഒന്ന് ടഫാക്കുമെന്നതിൻ്റെ പകരം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആക്കുക. കൂടുതൽ NCERT ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇതിപ്പോൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടെല്ലാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് പിന്നെ കൂടുതലായിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാൻ തുടങ്ങുന്നത്. കാരണം ന്യൂമറിക്കൽസ് അധികം വന്നു കഴിഞ്ഞാൽ പേപ്പർ ടഫ് ആവുന്നില്ലത് ഏതൊരു കുട്ടിക്കും അറിയുന്നൊരു കാര്യം. കൂടുതൽ ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കേണ്ടി വരും, അത് അപ്ലൈ ചെയ്യേണ്ടി വരും, കാൽക്കുലേഷൻ കുറേ സമയം എടുക്കും. ഒബ്വിയസ്ലി എന്താ പറയുക, എക്സാം അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇതാണ് എൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആ ഒരു കീം എക്സാം കീം പോലത്തെ എക്സാംസിലൊന്നും കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ്
ഇതിപ്പം പറയുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം ടഫ് ആയിക്കൊണ്ടിരിക്കുന്നത്, NCERT എന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് പോകുന്ന നമ്മൾ, ഐ മീൻ കുട്ടികളെന്താ ഇങ്ങനെ നോക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രോബ്ലം പറഞ്ഞ് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കൂടി പറയേണ്ടതുണ്ട്. എന്താണ്, ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ പറയാതെ പോകുന്നത് എൻ്റെ ഭാഗത്ത് ശരിയല്ലല്ലോ. ഇത് സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. NCERTയിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ സ്ട്രാറ്റജി മാറ്റാൻ പോവാം. ഞാൻ പൊതുവെ ഞാനെല്ലാം പഠിക്കുന്ന കാലത്തല്ല ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചിട്ട് എൻ്റെ കൊളീഗ്സിനെല്ലാം അത് മാത്രം അയക്കില്ലല്ലോ. NCERT ക്വസ്റ്റ്യൻസ് ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല. കാരണം നമ്മൾ അന്നത്തെ പേപ്പറിലൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇനി എന്താണ്, അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം പറയല്ലോ, പൊട്ടും എന്ന് പറഞ്ഞാൽ 8 നിലക്ക് പൊട്ടു ഉറപ്പാണ്. ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഷുവർ ക്വസ്റ്റ്യൻസിലും പിടിച്ചിട്ട് പാസ്സായി പോകുന്നതായിരിക്കുന്നത്, അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പെട്ടുപോകാൻ പോകുന്നത്. 8 നിലക്ക് തന്നെയായിരിക്കും പൊട്ടുമെന്ന് പറയുന്നത്. സൊല്യൂഷൻ പറയുകയാണ്, NCERT ക്വസ്റ്റ്യൻസ് ജയിപ്പിക്കുന്ന ഒരു NCERT സീരീസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. +1 +2 അപ്പോൾ ഇപ്പോൾ ഒരു പാഠത്തിൽ ഞാനിപ്പം +2 ഞാൻ ഫിസിക്സിൽ ഞാൻ കണ്ടൊരു സംഭവം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC പോലത്തെ ചാപ്റ്റേഴ്സിനല്ലോ 10 ചോദ്യം മാത്രമേ എക്സസൈസസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പാഠങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ കവർ ചെയ്യുക. കാരണം അത്രയും സമയമില്ല നിങ്ങൾക്ക് വെറുതെ എന്താ പറയുക, ഒരു മാസവും അല്ലെങ്കിൽ ഒരു കൊല്ലവും നിങ്ങൾക്ക് ഇനി ഇല്ല. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി വലിയ പോലത്തെ, ഐ മീൻ എന്താണ് ഇത് എന്താ പറയേണ്ടതിന്, കുറച്ച് കുറേ അധികം ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പോൾ +1 കുട്ടികളെന്ന് പറയുക, കെമിസ്ട്രിത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര നോക്കി നിങ്ങൾ തന്നെ ആയിട്ടിപ്പോൾ 70 ചോദ്യമുണ്ട്. നോട്ട് ദ പോയിന്റ്, 70 ക്വസ്റ്റ്യൻസ്. അത്ര കാര്യം ചോദ്യങ്ങൾ ഇക്വിലിബ്രിയത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു 4 to 5 days എടുത്തിട്ട് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു 20-25 ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന ചിലപ്പോൾ ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ടാവും. ഒരു 15 to 20 ആവറേജ് വരുന്ന ചാപ്റ്റേഴ്സ്, അതൊക്കെ ഒരു 2 to 3 days എടുത്തിട്ട് തീർക്കുക. ഞാൻ അതിൻ്റെ വ്യക്തമായിട്ട് ഓരോ ചാപ്റ്ററിന് കണക്കായിട്ട് എന്താ പറയുക, അതിൻ്റെ ക്വസ്റ്റ്യൻസിന് കണക്കായിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടൊരു ഡേ. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഡേ, ഒരു 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 to 3 days. ആ കണക്ക് വെച്ചിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് പോലെ ഒരു സംഭവം, ഒരു കംപ്ലീഷൻ്റെ ഒരു പ്രോഗ്രഷൻ പോലത്തെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക, അത് തീർക്കുക. +2 ലാബും കാര്യം എന്താ പറയുക, റെക്കോർഡും സാധനമെല്ലാം കയ്യിലുണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്ക് വെറുതെ റിസ്ക് എടുക്കാൻ ഇനി സമയമില്ല എന്നാ പറയുക. ഇത്രയും കാലം അത് ചെയ്തില്ല, ഇനി ചെയ്യേണ്ടി വരും. NCERTയിലെ പരമാവധി എന്ന് പറയേണ്ടത്, നിങ്ങൾക്ക് മൊത്തം തീർക്കാൻ പറ്റിയില്ലെങ്കിലും പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്ര തീർക്കും. നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, ചില പാഠങ്ങളെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആദ്യം തീർത്ത് വരിക. എന്നിട്ട് ഇപ്പോൾ ഇൻ്റഗ്രൽസ് പോലത്തേലും കുറേ ചോദ്യം ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാ ചോദ്യം ചെയ്തിട്ട് ഇൻ്റഗ്രൽസിൽ എന്നിട്ട് എന്ത് ചെയ്യുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താലും പ്രശ്നമില്ല. +1 കഥയിലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനും എന്ത് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഒരു എന്താ പറയുക, NCERT എക്സാമ്പിൾസിൻ്റെയും NCERT ക്വസ്റ്റ്യൻസിൻ്റെയും എക്സസൈസസിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ടാവും നിങ്ങളൊപ്പം തന്നെ. അതിലേറ്റവും കൂടുതൽ എക്സാമിന് വരാൻ സാധ്യതയില്ല വെച്ചിട്ട് അതിൻ്റെ ഒരു അതെങ്ങനെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു അപ്രോച്ച്, ഹൗ ടു അപ്രോച്ച് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലായിട്ട് ഞാൻ ഏതെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് ഞാൻ +1 +2 പറയുന്ന രണ്ടുപേരും എന്ത് ചെയ്ത് ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക. NCERT സീരീസ് ചാലഞ്ച് ബൈ സൂര്യകിരൺ CC. അപ്പോൾ എൻ്റെ വകയിൽ ഞാൻ എന്താ പറയുക, എല്ലാവരും തുറന്ന് വെല്ലുവിളിക്കുകയാണ്. ഇത് തീർക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ +2 അല്ലെ +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ ഫുൾ മാർക്കും 520 520 1200 1200 അത്രയും വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുൾ തീർക്കുന്ന ആൾക്ക് പിന്നൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം അതിൻ്റെ അപ്പുറം പിന്നെ ഒന്നും ചോദിക്കാനല്ലേ. പിന്നെ അപ്പുറം ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അങ്ങ് റിമൂവ് ചെയ്തോളും. പിന്നെ അതിൻ്റെ ഫുൾ മാർക്കിങ് അങ്ങനെ കിട്ടും. അല്ലാണ്ട് എന്താ പറയുക, നിങ്ങൾ ചോദ്യം ചെയ്യാത്ത പ്രശ്നം മാത്രമേ ഇപ്പോൾ NCERTൻ്റെ കാര്യത്തിലില്ലല്ലോ. NCERT കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കൂടുതൽ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അല്ലാണ്ട് ഇവിടെ കുറേ മാർക്ക് കിട്ടി, ഒരു വാല്യൂ ഇല്ലാണ്ട് ക്വാളിറ്റി ഇല്ലാണ്ട് കുറേ മാർക്ക് കിട്ടിയിട്ട് അവസാനം കോളേജിൽ പോകുമ്പോൾ എന്താ പറയേണ്ടത്, മിക്കവാറും ഗോവിന്ദയായി. ഇപ്പോൾ അവിടുന്ന് സാറുമാർ പറയുന്ന അല്ലെ ടീച്ചർമാർ പറയുന്ന ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ സപ്ലി അടിച്ചിട്ട് സപ്ലി കൂടി വരുന്നല്ലാണ്ട് വേറൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ രണ്ടാമത്തെ സൊല്യൂഷൻ ഞാൻ പറയുന്നത് CBSE ലെക്ചേഴ്സ് കൂടുതൽ കാണുക എന്നുള്ളതാണ്. കാരണം CBSE എന്ന പ്രത്യേകത, CBSE ലെക്ചേഴ്സിൽ കൂടുതലും NCERT അതിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡും ലൈൻ ബൈ ലൈനും, പിന്നെ അത് ബയോളജി മാത്രമല്ല. നിങ്ങൾ വിചാരിക്കണം ലൈൻ ബൈ ലൈൻ എന്നെല്ലാം പറയുമ്പോൾ ബയോളജി ആണല്ലോ. ബയോളജി മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈൻ ബൈ ലൈൻ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ NCERT ക്വസ്റ്റ്യൻസും NCERT എക്സാമ്പിൾസും അടക്കം എന്ത് ചെയ്യുന്നുണ്ട്. കാരണം CBSEക്ക് എങ്ങനെയാണെന്ന് പറയുക, നിങ്ങൾക്ക് കാണുന്ന പോലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അവർക്കെല്ലാം NCERTയിലുള്ള എന്താ പറയുക ചോദ്യങ്ങൾ. അപ്പോൾ അവർക്ക് വേറെ രക്ഷയില്ല, എല്ലാം പഠിക്കണം. NCERT
ടെക്സ്റ്റ് ബുക്ക് അവരെ ഗോഡ് ബുക്ക് എന്ന് പറയുന്ന NCERT ബുക്കാണ്. അതിൽ നിന്ന് എല്ലാ ചോദ്യം വരാൻ പോകുന്നത് 100 മാർക്കിന് ചോദ്യം ഉണ്ട്, 100 മാർക്കിനും NCERT ബുക്ക് എന്ന് പറയാം. അപ്പോൾ പിന്നെ അവർക്ക് ദേ നോ ദർ ചോയ്സ്, ദേ ഹാവ് ടു ലേൺ ദാറ്റ്. അപ്പോൾ ഇതിലെല്ലാ CBSE ചാനൽസ് അടിപൊളിയെന്നൊന്നും പറയാനൊന്നുമില്ല. ഇതിൽ നമ്മൾ സെലക്റ്റീവായിട്ട് ഏറ്റവും ബെസ്റ്റ് CBSE ചാനൽസ് എന്ത് ചെയ്യുക, അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു ലാംഗ്വേജ് ബാരിയറിന് ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. CBSEൻ്റെ നമ്മളെ മലയാളത്തിലും ഇംഗ്ലീഷിലൊന്നും മനസ്സിലാൻ പറ്റുന്ന രീതിയിലുള്ള ലെക്ചേഴ്സ് കുറവാണ്. അധികവും ഹിന്ദിയിലായിരിക്കും നിങ്ങൾക്ക് ലെക്ചേഴ്സ് എല്ലാം കിട്ടുക. ഞാൻ പരമാവധി എന്ന് പറയാം മലയാളത്തിലും ഇപ്പം ഹിന്ദി അവർ പറയുന്ന സംഭവം ഹിന്ദി എന്ന് പറയാൻ മനസ്സിലാകുന്ന ആൾക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഞാനും അധികം ഹിന്ദിയിലെ ലെക്ചേഴ്സ് കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അപ്പോൾ എനിക്കത് വലിയ വിഷയമായിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഹിന്ദി ചിലപ്പോൾ മാലും നെഹിഹേന. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഞാൻ പരമാവധി എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു CBSE ലെക്ചറിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം ഒരു ചാനലിന് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ എന്ത് ചെയ്യാം, ഈ ഷുവർ ക്വസ്റ്റൻസിൻ്റെ ആ ചാനലുകൾ മാത്രം, ഞാൻ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, എന്താ പറയേണ്ടത്, അത് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് കൂടുതലും CBSE ലെക്ചേഴ്സ് വഴി എന്ത് ചെയ്യുക, നിങ്ങളെ ആ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കും. കൂടുതൽ NCERT ക്വസ്റ്റ്യൻസ് അവർ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ അവരോടൊപ്പം തന്നെ പെന്നും പേപ്പർ എടുത്തിട്ട് ചെയ്തു വരിക. അന്നേരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്ന ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ക്ലാസ്സിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പരമാവധി കിട്ടുന്ന സമയം CBSE ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ആ ലെക്ചേഴ്സെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റേറ്റീവ് ലെക്ചേഴ്സെല്ലാം ഉണ്ട് ഇഷ്ടംമാതിരി. അത് നമ്മൾ ജസ്റ്റ് അത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ഏതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന 2 സൊല്യൂഷൻസ്, ഒന്ന് NCERTയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ സൂര്യകിരണിൻ്റെ വകയിൽ NCERT സീരീസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ കാര്യങ്ങൾ തയ്യാറാക്കി വരും. എൻ്റെ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ എൻ്റെ കമ്പ്യൂട്ടറിൽ അടിച്ചു വെക്കുന്നുണ്ട്. പകുതി എത്തിയിട്ടുണ്ട്. ഞാനത് ഈ ക്രിസ്മസ് എക്സാം കൂടി കഴിയട്ടെ, അതിനുശേഷം ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. പരമാവധി എന്ന് പറയേണ്ടത് ഐ വുഡ് സേ ഇഫ് ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് ദെൻ വേറൊന്നും നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. NCERT ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും ആവശ്യമില്ല. ഞാൻ ഏതായാലും ഈ വീഡിയോ സൊല്യൂഷൻസ് എനിക്ക് വന്ന മറ്റേ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ ഐരിൻസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് NCERT ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ടാവും. നമ്മുടെ +2കാർക്ക് വേണ്ടിയിട്ട്. +1കാർക്ക് എനിക്ക് തോന്നുന്ന ട്രിഗ്നോമെട്രി വെച്ചിട്ട് തുടങ്ങാമെന്ന്. ട്രിഗ്നോമെട്രി ആയിരിക്കും കുറച്ചും കൂടി അധികം ആൾക്കാർക്കും പ്രശ്നമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ +1കാർക്ക് വേണ്ടിയിട്ട് ട്രിഗ്നോമെട്രി വെച്ചിട്ട് തുടങ്ങാൻ പോകണം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ NCERT ബുക്ക് എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ അത് നോക്കാൻ പോകും. ഏതാ എക്സാമിന് വരാൻ സാധ്യതയില്ല വെച്ചിട്ട് അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഞാൻ ഏതായാലും ചെയ്ത് ഇതിൽ അയച്ചു തരൂ. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യാം, ഒന്നാമത്തത് ഇതിൻ്റെ NCERT സീരീസ് ചാലഞ്ച് എല്ലാവരും അക്സെപ്റ്റഡ്, NCERT സീരീസ് #NCERT സീരീസ് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഈ ചാലഞ്ചിൽ പങ്കാളികളാവുക. +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, എല്ലാവരും തംസ് അപ്പ് ഫോർ ദാറ്റ്. സെക്കൻഡ് കാര്യം, CBSEൻ്റെ ലെക്ചേഴ്സ് ഫോളോ ചെയ്യുക. അതിന് എന്തെങ്കിലും ഗൈഡ് എന്ന് പറയേണ്ടത് നല്ല നല്ല ചാനൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ കൂടി അത് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും, ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളിനി തമാശ ആയിരിക്കില്ല, വെറുതെ എന്ന് പറയേണ്ടത് 2 ഷുവർ ക്വസ്റ്റ്യനും പഠിച്ചു പോയിട്ട് 5 PYQ നോക്കി പോയി കഴിഞ്ഞാൽ എനിക്കായിരുന്നു നടക്കില്ല. ഇത്രയും കാലം അത് നടക്കുമായിരുന്നു, എൻ്റെ കാലം വരെ അത് നടന്നിട്ടുണ്ട്, ഞാൻ അതിലും വിശ്വസിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് നടക്കില്ല. അപ്പോൾ എന്താണ്, അതിന് കണക്കായിട്ട് ഇത് പരീക്ഷൻ്റെ പാറ്റേൺ മാറുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളും അതിന് കണക്കായിട്ട് മാറണം. നമ്മളെ സ്ട്രാറ്റജി അതിന് കണക്കായിട്ട് സാധനം പറയാം. ഞാൻ വെറുതെ എന്ന് പറയാൻ കുറേ പ്രസംഗിച്ചതിനെ കണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളായിരിക്കണം ഇനി ആക്ഷൻ എടുക്കേണ്ടത്. എൻ്റെ കാലത്തല്ലേ ഇനിയിപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചുകൊണ്ടേ ഞാൻ പരീക്ഷ ചെയ്തിട്ട് ഞാൻ പരീക്ഷ എല്ലാം കഴിഞ്ഞ ആളാണ് +2. അതുകൊണ്ട് എനിക്ക് ഇതിലേക്കൊന്നും എന്തും പറയാം. പക്ഷെ പണിയെടുക്കേണ്ടത് ഇനി നിങ്ങളാണ് ഇനി ഓരോ NCERT ക്വസ്റ്റ്യൻസ്, അതായത് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് മാത്രമേ ഗുണമില്ല. നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുവാണെങ്കിലേക്കിനോ എന്താണ് നിങ്ങൾക്ക് എന്താണ് കോളേജ് പോകുമ്പോൾ നല്ലൊരു എഫക്റ്റ് കൂടി കിട്ടും. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് NCERT ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലോണം ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറച്ചൊരു മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കോളേജിലെത്തുമ്പോൾ നിങ്ങൾ കോളേജിലത്തെ ടോപ്പായി മാറും. അവിടുത്തെ ഒരു ടോപ്പർ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ എത്തും. കാരണം എന്താ, നിങ്ങൾക്ക് ആ സംഭവം കോൺസെപ്റ്റ് അതിലേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ്, ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കണക്ക് തന്നെ 8 നിലക്ക് പൊട്ടലായിരിക്കും. എന്നാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോവുക. വെറുതെ കുറേ തിയറി പഠിച്ചതിനെ കൊണ്ടോ ഇനി അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. NCERT ബുക്ക് തുറക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. അതിൽ ഒരു എക്സാമ്പിൾ ചോദ്യം ചെയ്ത് തന്നെ എന്താണ് ആ കൈ എന്ന് പറയേണ്ടത് എഴുതിയത് തയഞ്ഞു പോയാലും വിഷയമല്ല. പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അതേ പറയേണ്ടത്, നിങ്ങൾ ചാലഞ്ച് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ ഇതാണ് ചാലഞ്ച്, ഞാൻ എല്ലാവരും വെല്ലുവിളിക്കുവാണ്. അപ്പോൾ ചാലഞ്ചും പിന്നെ നമ്മൾ CBSEൻ്റെ ലെക്ചേഴ്സിൻ്റെ സൊല്യൂഷനായിട്ട് എന്താണ്, സൊല്യൂഷൻസ് അല്ല,
അതിൻ്റെ CBSE ലെക്ചേഴ്സിൻ്റെ ഒരു ഗൈഡുമായിട്ട് ഞാൻ ഇതിലും വരുന്നുണ്ടാവും. സോ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.